ആഹാരം കാണാതെ കിടന്നു. ഗീവർഗീസേ, ഇവര് ശരിക്കും അത്ഭുതം കാണിക്കുന്ന അച്ഛന്മാരാണോ? പിന്നെ കണ്ടില്ലേ, ഇത് തന്നെ അത്ഭുതം. അച്ഛോ, എനിക്ക് ആകെ 2 പെമ്മക്കളാ. ഇവളെ ഇളയവളാ റീന, മൂത്തവളങ്ങ് പുറത്താ. അയ്യോ, എന്തു പറ്റി? അവൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുക, അടുത്ത ആഴ്ചക്ക് വരും. ആയിക്കോട്ടെ. കൈ കൂപ്പിയുണ്ട്. എന്റെ അച്ഛോ, ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ ഭയങ്കര സ്റ്റൈലാ. നല്ല പുളി. ഇവിടെ വീടുകളിൽ കേക്കും പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നോളാ. ഗ്രേസി എന്നാ പേര്. എന്റെ ഒരു അകന്ന ബന്ധുവാ. ഇവളുടെ മോനാ. ഇവളുടെ കെട്ടിയവൻ പട്ടാളത്തിലായിരുന്നു. ഓഹോ. രാജ്യത്തിനു വേണ്ടി സ്വന്തം ജീവൻ ബലി കൊടുത്തു. അടിപൊളി. എന്താ ലഡു സ്വീറ്റ്സ്? തീറ്റ കണ്ടാ തോന്നുന്നു ഇമാര് റോമി പട്ടിണിയായിരുന്നു. അല്ല അച്ഛന്മാരെ, അവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാ ഭക്ഷണ രീതികൾ? അവിടെ ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും. ഉണക്ക ചപ്പാത്തിയും കഞ്ഞിയും റോമിലോ? ചപ്പാത്തി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പിസ. അത് ഇയാളുടെ പണി. ദിസ് ഈസ് പിസ. അല്ലച്ച, ഞാൻ എടാ പന്ന ഒന്നും ഉണ്ടായിരുന്ന ചുമ്മാ. എടാ, നമ്മുടെ നാടൻ കണ്ണാരച്ചക്ക, ലഡു, ജിലേബി ഇതൊക്കെ റോമിൽ കിട്ടുവോ? അച്ഛന്മാര് കഴിച്ചാട്ടെ. ഇത്ര കാലായിക്കാണ് ഇതിന്റെയൊക്കെ ടേസ്റ്റ് അല്ലേ? സംശയം തുടങ്ങി. ഒരു നമ്പർ ഇറക്കിയാലോ? ആഗ്രഹങ്ങൾ, ആശാപാശങ്ങൾ, അവ കുറയ്ക്കണം വിൽസമ്മേ. ആഗ്രഹങ്ങളുടെ പ്രതീകമാണല്ലോ ഈ ആപ്പിൾ. അതാണല്ലോ അച്ഛനെടുത്തത്. തൊമ്മിച്ചായ, അച്ഛൻ കലക്കി. ഇങ്ങ് വരൂ. ചെല്ലുമോളെ. വിശ്വാസം അത് എല്ലാമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അതും വേണം ജീവിതത്തിൽ. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. സോറി ഫാദർ. ഗോഡ് ബ്ലെസ് യു മൈ ചൈൽഡ്. ഗോഡ് ബ്ലെസ് യു. ഗബ്രിയേൽ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത്ഭുത പ്രവർത്തനങ്ങളിൽ പ്രാവണ്യമുള്ളവരാണ് നിങ്ങൾ. എല്ലാം ഈ ഗബ്രിയേലച്ചന്റെ അനുഗ്രഹം. എന്തൊരു എളിമ, എന്തൊരു വിനയം. ശരിയാ. നീ ശരിക്കും റോമിൽ നിന്ന് വന്ന അച്ഛനാണോ? ഞാനും ഒരു ദൈവദൂതനൊക്കെയാ. എന്നെ കൂടെ അനുഗ്രഹിച്ചാലും. ഇനി അതിന്റെ കുറവേ ഉള്ളൂ. അയ്യോ, എല്ലാം കഷണം. ഇതെന്താ എല്ലാം കഷണം? എനിക്കെന്താ ഓറഞ്ചും ആപ്പിളൊന്നും വരുത്തി. നിന്റെ കയ്യിൽ ഇതെങ്കിലും കിട്ടിയല്ലോടാ. ഇനി നിന്റെ അരമുറി സുവിശേഷം ഒന്നും ഇവിടെ ആർക്കും വേണ്ട. റോമിന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള 1-തരം 916 അച്ഛന്മാർ ഇവിടെ ഉണ്ട്. അച്ഛന്മാരെ വാ, നമുക്ക് കവലയിലേക്ക് പോവാം. വാന്നേ. അടിപൊളി.